പരസഹായമില്ലാതെ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണിവർ. ഈ സഹോദരങ്ങളുടെ കാര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം നിസ്സഹായമാവുമ്പോൾ മാതാപിതാക്കൾ മറുമരുന്നിനായി നെട്ടോട്ടമോടുകയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛൻ മാനുക്കുട്ടന്റെ ഈറനണിഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സഹതപിക്കുമ്പോൾ ഇങ്ങനെയൊരു ജന്മമുണ്ടാവരുതേ എന്ന് ചിലരുടെയെങ്കിലും മനസ്സ് പറയാതിരിക്കില്ല. ചേന്നമംഗല്ലൂരിലെ പൈമ്പാലപ്പുറത്ത് ഷമീർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കമുകിൽ നിന്ന് വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റ് ആശുപത്രിയിലായത്. അരയ്ക്ക് താഴേക്ക് തളർന്ന് ദുരിതങ്ങളുടെ നീണ്ട 1.5 പതിറ്റാണ്ടിനു ശേഷം പരസഹായത്തിനായി 65 കഴിഞ്ഞ വലിയുമ്മ ആമിന മാത്രമാണ് ഇന്നുള്ളത്. മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് വിംഗ് സഹായത്തിനായുണ്ടെങ്കിലും നിത്യജീവിതത്തിന് താങ്ങും തണലുമായി നാട്ടുകാർ രംഗത്തുള്ളത് വലിയ ആശ്വാസമായി. ഗ്രേസ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരുടെ സന്ദർശനവും സഹായവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് ഏറെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുവെന്ന് ഷമീർ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ചാലിയാറിന്റെ തീരത്ത് താമസിക്കുന്ന മൂസയുടെ കുടുംബം സന്തോഷ ജീവിതത്തിന്റെ വരവ് കാത്തു കഴിയുകയാണ് മാവൂരിലെ ചിറ്റടി എന്ന വീട്ടിൽ. ചിറ്റടി വീടിന്റെ പിൻഭാഗത്തുള്ള ചാലിയാർ പോലും മൂസയുടെ രോഗത്തിലും കുടുംബത്തിന്റെ ദുരവസ്ഥയിലും ദുഃഖഭാരം താങ്ങാനാവാതെ നിശ്ചലമായോ എന്ന് തോന്നിപ്പോകും. ഇടയ്ക്കിടക്ക് പുഴയുടെ മേൽപ്പരപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചലനങ്ങൾ എന്തോ നമ്മോട് സംവദിക്കുകയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ രോഗശയ്യയിലായ നിസ്സഹായരെ എങ്ങനെ സഹായിക്കുമെന്ന ചിന്തയാണോ ഈ പുഴയ്ക്കും തീരത്തിനുമുള്ളതെന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചു പോകും. ജീവിത സായാഹ്നത്തിലേക്ക് കാലൂന്നിയ മൂസ തന്റെ മാരക രോഗത്തിന്റെ വേദനയ്ക്കൊപ്പം മൊഴിചൊല്ലപ്പെട്ട് തന്നോടൊപ്പം കഴിയുന്ന ഏകമകൾ സുഹ്റയെയും അവളുടെ കൊച്ചു കുഞ്ഞിനെയും ഓർത്ത് മനസ്സുരുക്കി കഴിയുന്നു. തൊണ്ടയിലെ മുഴ വളർന്ന് അല്പം വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാവുകയും രക്തവും പഴുപ്പും തുടച്ചു മാറ്റുമ്പോൾ വേദനയുണ്ടെന്ന് പറയാൻ പറ്റാത്ത വിധം മാനസികമായും മൂസ തളർന്നിരിക്കുന്നു. കഴുത്തു തുളച്ച് ട്രക്കോസ്റ്റമി ചെയ്താണ് ശ്വാസമയക്കുന്നത്. മുമ്പൊരിക്കലുണ്ടായ ഒരു ശബ്ദവ്യത്യാസം ഇത്ര മാരകമാകുമെന്ന് മൂസ കരുതിയിട്ടുണ്ടാവില്ല. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊണ്ട് മാത്രമാണ് ഇന്നും ജീവിക്കുന്നത്. പാലിയേറ്റീവ് കെയർ മരുന്നും പരിചരണവും ഭക്ഷണവും നൽകുമ്പോൾ ഏറെ ആശ്വാസപ്പെടുന്നുണ്ടെങ്കിലും പേരക്കുട്ടിയും മകളും ഒരു ചോദ്യമായി മനസ്സിൽ നിഴലിക്കുന്നത് രോഗമൂർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പാത്തുമ്മ സങ്കടപ്പെടുന്നു. ബാപ്പക്കുള്ള വിഷമാകെ മോന്റെയും മോളെയും കാര്യത്തിലാണ്. മോളെ കെട്ടിച്ച് ഒഴിവാക്കിയതാണ്. മോളെ മോന്റെയും കാര്യത്തിലാണ് എപ്പോഴും എല്ലാവരും പറയുന്നത്, എല്ലാവരും വിളിച്ചെത്തി പറയുന്നതാണ്. അതാകെ വിഷമമുള്ളൂ. ഭക്ഷണമൊക്കെ പാലിയേറ്റീവ് ഞങ്ങൾക്ക് അരിയും സാധനമൊക്കെ കൊണ്ടുതരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കണേ. ഒരു മരുന്നും സഹായിച്ചിട്ടുണ്ട്, മരുന്നും തരുന്നുണ്ട്, ഒരു വന്ന് നോക്കണമൊക്കെ ഉണ്ട്. ഇത് കാരശ്ശേരിയിലേക്കുള്ള യാത്ര. മരുന്നും ഭക്ഷണ സാധനങ്ങളുമായി പാലിയേറ്റീവ് വാഹനം നീങ്ങിയത് കാരശ്ശേരിയിലെ വൈശ്യംപുറത്ത് മുഹമ്മദിന്റെ വീട്ടിലേക്കാണ്. തുടക്കം മുഖത്തിന്റെ ഇടതുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു മുഴ വലുതായപ്പോൾ രോഗം നിർണയിക്കപ്പെട്ടു. ശരീരവേദനയും തരിപ്പും വിശപ്പില്ലായ്മയും ഉറക്കക്കുറവും മുഹമ്മദിന്റെ മാനസിക പിരിമുറുക്കത്തിന് ആക്കം കൂട്ടി.
പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തുമ്പോഴാണ് ഏറെ ആശ്വാസമെന്ന് നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു. വിവാഹപ്രായമെത്തിയ മക്കളെ ഓർത്ത് ആശങ്കപ്പെടുമ്പോൾ താങ്ങും തണലുമായ നാട്ടുകാർ ഈ 50 വയസ്സുകാരനെ ആശ്വസിപ്പിക്കാനെത്തുന്നു. പാലിയേറ്റീവുകാർ പോലെയുള്ളവർ വന്നിട്ടാണ് എന്നെ ഇവിടെ വന്ന് ചികിത്സിക്കലായിരുന്നു. റേഷൻ പോലും അവർ തന്നുകൊണ്ടിരുന്നു. പിന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടാണ് എൻ്റെ അസുഖങ്ങൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പം ഭക്ഷണം കഴിക്കാനും ശരിക്ക് പറ്റുന്നില്ല. വായിലായതുകൊണ്ട് പല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മക്കളുണ്ട്. 2 കല്യാണം കഴിച്ചു, 2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുണ്ട്. കാര്യമായ സാമ്പത്തികങ്ങളൊന്നും എനിക്കില്ല. നാട്ടുകാരുടെ സഹായം മാത്രമേ ഉള്ളൂ. പാലിയേറ്റീവ് കെയർ പോലുള്ളവർ സഹായങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂലിപ്പണിക്കാരനായിരുന്ന ചെറുവാടിയിലെ പുതുക്കുടിക്കുന്നത്തെ വെള്ളന്റെ വീട്ടിലേക്കാണ് വളണ്ടിയർമാർ പിന്നീട് പോയത്. 15 വർഷത്തോളമായി ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ തളർത്തിയ അവസ്ഥയിലാണ് ഭാര്യ മരിച്ച ദുഃഖം കടിച്ചമർത്തി ചലനമറ്റു കിടക്കുന്ന വെള്ളന്റേത്. തന്റെ മകന്റെ ചലനമറ്റ അവസ്ഥ കണ്ട് മൂർത്തിത്തറയെ നോക്കി നെടുവീർപ്പിടാനേ വെള്ളന്റെ വൃദ്ധപിതാവിന് കഴിയുന്നുള്ളൂ. ഈ കയ്യൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിവർത്തി ഓരോ ഇണക്കുകളും ഇങ്ങനെ ഓരോ അവയവങ്ങളും ഇങ്ങനെ ഇളക്കി കുളിപ്പിച്ച് കഴിയുമ്പോ ശരിക്കും ഒക്കെ ഒഴിഞ്ഞ് ഒക്കെ നിവർത്തി കഴിയുമ്പോ നിങ്ങൾക്ക് പഴയ പോലെ എങ്കിലൊക്കെ കുറച്ചുകൂടെ എഴുന്നേറ്റ് നടക്കാം. ശ്വാസതടസ്സം കാരണം സംസാരിക്കാൻ പ്രയാസപ്പെടുമ്പോഴും കട്ടിലും വാട്ടർ ബെഡും മരുന്നും ഭക്ഷണവും നൽകുന്ന ഗ്രേസ് പാലിയേറ്റീവ് വളണ്ടിയർമാരിൽ ഏറെ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇയാൾ വാചാലനാകുന്നു. അവര് മനിയാന്ന് ഒരാഴ്ചപ്പെട്ട് ഇവിടെ വന്നു. വന്നിട്ട് എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു. പിന്നെ കിടക്കാനുള്ള വാട്ടർ ബെഡ് അതും വന്ന് കൊണ്ടുവന്നു. പിന്നെ നിത്യം വന്ന് നോക്കും, ഒരു ദിവസമല്ലാതെ. അവരൊന്നും ഇവിടെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നെ ബെഡുകളും തുണികളൊക്കെ നന്നാക്കി ആക്കി പോലെ അതിന്റെ മട്ടത്തിന് തന്നെ വളരെ വൃത്തിയോടെ കൊണ്ടു നടക്കുന്നു. ഞങ്ങള് സംസാരിക്കാനും എല്ലാ ജ്യൂസുകളും മുന്തിരി ജ്യൂസും എല്ലാ ജ്യൂസുകളും കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ എത്രയെത്ര രോഗികൾ അറിയാതെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. ഗ്രേസ് പാലിയേറ്റീവ് കെയർ പരിചരിക്കുന്ന നിരവധി രോഗികളിൽ ചിലർ മാത്രമാണ് ഇത്. 1200ഓളം രോഗികളെ പരിചരിക്കുന്നതിനായി നിരന്തരമായി വീടുകൾ സന്ദർശിക്കുന്ന ഡോക്ടറും നഴ്സും വളണ്ടിയർമാരും എല്ലാം സാന്ത്വനവുമായി എത്തുന്നത് മനുഷ്യ മനസ്സാക്ഷി മരിച്ചിട്ടില്ലാത്തവർക്ക് ഒരു മാതൃകയാണ്. പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരാകാൻ പ്രേരണയില്ലാതെ നിരവധി പേർ എത്തുമ്പോൾ ഗ്രേസിന്റെ സംഘാടകർ തങ്ങൾ തുടങ്ങിവെച്ച പുതുസംസ്കാരം സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ ചാരിതാർത്ഥ്യം കൊണ്ട് വീർപ്പുമുട്ടുന്നു. യുവാക്കളുടെ കർമ്മശേഷിയെ സാമൂഹിക പുനർനിർമ്മിതിക്ക് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ 2000 ഒക്ടോബർ 10-നാണ് ചേന്നമംഗല്ലൂരിൽ ഗ്രേസ് എന്ന സംഘടനക്ക് രൂപം നൽകിയത്. ചേന്നമംഗല്ലൂർ ഗ്രാമത്തിലെ സാമൂഹിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യമിട്ട് തുടങ്ങി വിദ്യാഭ്യാസ സാമ്പത്തിക മതരംഗങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടും കഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങായും നിരവധി പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഗ്രേസ് സ്ഥാനം പിടിച്ചു.